വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സിനിമ മാർക്കോന് ശേഷം ഉണ്ണി മൂന്നിൻ്റെ ഫസ്റ്റ് റിലീസായിട്ട് വന്നിരിക്കുന്നത് ഗെറ്റ് സെറ്റ് ബേബിയെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഈ സിനിമ കാണുന്നത് ബാംഗ്ലൂർ വി സിനിമാസിൽ വെച്ചിട്ടാണ്. 3 ആൾക്കാരാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഓണേഴ്സ് തന്നെ എൻ്റെ അടുത്ത് ചോദിക്കേണ്ടായിരുന്നു, ഇതിന് 3 ആൾക്കാരെ ഉള്ളൂ കാണാൻ വേണ്ടിയിട്ട് എന്ന്. കാരണം സിനിമ ഇറങ്ങി വൈകുന്നേരം 6 മണിക്കുള്ള ഷോനാണ് ഞാൻ കണ്ടത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇത്രയും കുറവ് ആൾക്കാരോട് കൂടിയിട്ട് ഫസ്റ്റ് ഡേ ഞാനൊരു മലയാളം സിനിമ കണ്ടിട്ടില്ല. ഞാൻ റിവ്യൂസും കാര്യങ്ങളൊന്നും കേൾക്കാതെയാണ് ഈ സിനിമയ്ക്ക് പോയത്. അതൊന്നാമത്തെ കാര്യം. സിനിമ തുടങ്ങി ഒരു 5-10 മിനിറ്റോട് കൂടി തന്നെ ഏകദേശം എന്തായിരിക്കും കാര്യങ്ങൾ എന്ന് ഒരു 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 നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ, ഇതെങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളൊരു ലെവൽ ഓഫ് കാര്യങ്ങൾ. അതിൻ്റെ കാര്യങ്ങൾ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ സ്പൂണിൽ തന്നുകൊണ്ടിരുന്നു എന്ന് പറയേണ്ടി വരും. ആദ്യം തന്നെ ഇതിലുള്ള ആൾക്കാരെല്ലാം അഭിനയിച്ചിരിക്കുന്ന സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടും ഓർഗാനിക് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, ഇതാ അവിടെ കൂടി 2 ആൾക്കാർ നടന്നു പോവാ, ഇവിടെ 2 ആൾക്കാർ നിന്നിട്ട് സിഗരറ്റ് വലിക്ക്, അതിൻ്റെ ബാക്കിൽ കൂടി ഇതാ ഉണ്ണി മൂന്നനും ഇവരും കൂടി നടന്നു പോവാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് കിട്ടിയത്. അതായത് അത്രയും ആർട്ടിഫിഷ്യാലിറ്റി ആക്ടിങ്ങിൻ്റെ കാര്യത്തിൽ തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരും എടുത്ത് കാണുന്നത് ഒരു ഫേസ് ഓഫ് ദ മൂവി എന്ന് പറഞ്ഞാൽ അത് ഉണ്ണി മൂന്നനാണ്. അത് ആർക്കും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ പുള്ളിയുടെ എക്സ്പ്രഷൻസും പുള്ളിയുടെ ക്യാരക്ടറൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ആക്ടിങ് തന്നെ പല സ്ഥലത്തും കോംപ്രമൈസ്ഡ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഇതുവരെ ഉണ്ണി മൂന്തൻ ചെയ്തിരിക്കുന്ന സിനിമകളൊക്കെ എന്തെങ്കിലും ഒരു ഇതായിട്ട് ഉണ്ണി അത്ര ഒരു മോശപ്പെട്ട നടനോ അല്ലെങ്കിൽ വെറും അടിപ്പടം മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു നടനായിട്ടൊന്നുമല്ല ഞാൻ കണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ മേപ്പടിയാനും മറ്റേ മാളികപ്പുറവും ഈവൻ വിക്രമാദിത്യം വരെ നോക്കിയാൽ മതി. അല്ലെങ്കിൽ നല്ല ഹ്യൂമർ കണ്ടന്റുള്ള സിനിമ നമ്മുടെ പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദനും മമതയും അഭിനയിച്ചൊരു സിനിമ ഉണ്ടല്ലോ, പെട്ടെന്ന് എനിക്ക് അതിൻ്റെ പേര് കിട്ടുന്നില്ല, അന്ധാധുൻ്റെ മലയാളത്തിലേക്ക് വന്നിരിക്കുന്ന സിനിമ, അതിലെല്ലാം നല്ലൊരു റോൾ ഉണ്ണി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആക്ടേഴ്സ് എല്ലാവരും വെൽ പ്രൂവൺ ആയിട്ട് ഓൾറെഡി നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അഭിനയിക്കാൻ നല്ല കഴിവുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം നോക്കിയതിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഡയറക്ടറിൻ്റെ സംഭവം തന്നെയാണ്. ഇടക്കിടക്ക് ഓരോരോ സീൻസ് വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യമാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഇയാൾ ഒരു ഡോക്ടറായി പഠിച്ചു കഴിയുന്ന സംഭവങ്ങൾ കഴിഞ്ഞു. അതൊരു പാട്ടിലൂടെയൊക്കെ കടന്ന് പെട്ടെന്ന് കഴിഞ്ഞു. അധികം എന്തായാലും വലിച്ചു നീട്ടിയിട്ടില്ല. 2.25 മണിക്കൂറിൽ തീർത്തിട്ടുണ്ട്. അത് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുപെട്ടു എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ. അതായത് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഉണ്ണി വർക്ക് ചെയ്യാണ്. അതിനുശേഷം 1 വർഷത്തിന് ശേഷം പെട്ടെന്ന് അടുത്ത ഡെവലപ്മെൻ്റായി, പിന്നെ അതിൻ്റെ അടുത്ത ഡെവലപ്മെൻ്റായി. ആ ഡെവലപ്മെൻറ്റ് ഞാൻ എന്തായാലും സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ സീനിൻ്റെ ഒരു ഫ്ലോ ഇല്ലേ, ആ സീനിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലേ, അതൊന്നും നമുക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് ഓരോരോ സീന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തു വെച്ച പോലെ. അതേപോലെ തന്നെ കുറേ എന്താണ് നമ്മുടെ ഡ്രോൺ ഷോട്ട് അല്ലെങ്കിൽ കൊച്ചിൻ്റെ കുറേ ആ ഒരു സംഭവം എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇടക്കിടക്ക് ഇങ്ങനെ പുട്ടിന് പീര പോലെ ഇടുന്നുമുണ്ട് ആ ഒരു ഡ്രോൺ ഷോട്ട്. എന്തെങ്കിലുമല്ല അടുത്തൊരു സീനിലോട്ടേക്കുള്ള ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള ലെവലിലായിരിക്കും ഇങ്ങനെ കുത്തിക്കയറ്റുന്നത്. പക്ഷെ എന്തെല്ലാം പറഞ്ഞാലും ഈ സംവിധായകൻ 10 കൊല്ലത്തിന് ശേഷമാണ് ഈ സിനിമ ചെയ്യുന്നതെന്ന് ഞാൻ അറിഞ്ഞു. എന്തായാലും വളരെ നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയായിട്ടാണ് പേഴ്സണലി ആസ് എ വ്യൂവർ ഈ സിനിമ കാണാൻ വേണ്ടി എഫേർട്ട് എടുത്ത് പോയിട്ട് കണ്ടിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ സ്റ്റോറിയും ഇതിൻ്റെ ഒരു തീമെല്ലാം നല്ലൊരു സംഭവമാണ്. പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മലയാളത്തിലോ അല്ലെങ്കിൽ വേറെയുള്ള ഭാഷകളിലൊക്കെ റിപ്പീറ്റഡ്ലി കുറേ വന്നിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ കൺസിഡറിങ് ദാറ്റ് ഫാക്ട് സ്റ്റോറിക്കൊന്നും ഒരു പുതുമ തരാനോ ഒന്നുമില്ല. അപ്പോൾ ഇതിൽ പുതുമ തരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേക്കിങ്ങിലും അതിൻ്റെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസിൽ അല്ലെങ്കിൽ കളറിൽ അല്ലെങ്കിൽ ആ ഒരു ഫൺ എൻവയോൺമെൻറ്റിലാണ് ഈ സിനിമ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. എത്രയോ മനോഹരമായിട്ട് ഫണ്ണായിട്ട് തന്നെ സീരിയസ് തീംസ് പറഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ സീരിയസ്നെസ് അവസാനം എന്താണെന്ന് കാണിച്ചു തരുന്ന സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറിൻ്റെ കയ്യിലുള്ള പ്രശ്നം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അല്ലാണ്ട് ആക്ടേഴ്സ് എല്ലാം സാധാരണ ഫസ്റ്റ് മൂവിയിൽ അഭിനയിക്കാൻ വരുന്ന ആൾക്കാരൊന്നും അല്ല. ഇവരൊക്കെ ഫസ്റ്റ് മൂവിയിലും നല്ലോണം അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നോക്കുമ്പോൾ അപ്പോൾ ആരുടെ ഭാഗത്താണ് പ്രശ്നം? പല സ്ഥലത്തും എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒക്കെ ഒരു മേക്കിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ല. അത് ഇപ്പം ഷോർട്ട് ഫിലിംസിനെ വെച്ചിട്ട് അങ്ങനെ തന്നെ കമ്പയർ ചെയ്യാൻ വരെ പറ്റില്ല. ഷോർട്ട് ഫിലിംസ് തന്നെ എത്രയോ സിനിമേനെക്കാട്ടും സ്റ്റാൻഡേർഡിൽ ചെയ്യുന്ന പോലെയുള്ള ഷോർട്ട് ഫിലിംസ് ഉണ്ട്. പക്ഷേ പല സ്ഥലത്തുള്ള സീൻസും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഉണ്ണി മൂന്നൻ്റെ പേരായിട്ട് വന്ന നിഖില വിമൽ ഒരു തരത്തിലും
ഒരു ഉണ്ണീനെ അറ്റ്ലീസ്റ്റ് ഒരു ചാമും ഇങ്ങനെ നമുക്ക് നോക്കിയിരിക്കാനെങ്കിലും തോന്നുന്നുണ്ട്. ഇത് ഒരു അറ്റൻഷനും കൊടുക്കാൻ പറ്റുന്നില്ല. വെറുതെ ഒരു ക്യാരക്ടർ എന്തോ ഡയലോഗ് പറയുന്നു പോകുന്നു, ഒരു കെമിസ്ട്രി ഫീൽ ചെയ്യുന്നില്ല, വേറെ ഒരു സംഭവങ്ങളും ഫീൽ ചെയ്യുന്നില്ല. ഇതെല്ലാം ഈ ഒരു സിനിമ കൊണ്ടുണ്ടായിരുന്ന അനുഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം സിനിമകൾ ഞാൻ ഈ സിനിമ നമ്മുടെ ചാനൽ തുടങ്ങിയതിനു ശേഷം ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ ലീസ്റ്റ് ഏറ്റവും ബാക്കിൽ വെക്കാൻ പറ്റുന്ന എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്ന സിനിമയാണിത്. അത് എനിക്ക് ഒട്ടും എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ കൂടെ വന്നിരിക്കുന്ന ആളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 21 വയസ്സിലുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് തോന്നുന്നതെന്ന് പറയണേ. കാരണം എനിക്ക് എൻ്റെ കൂടെ വന്നിരുന്ന ആൾക്ക് തീരെ ഡൈജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല ഇതിലത്തെ ഓരോ സംഭവങ്ങൾ. കണ്ടിരിക്കാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബാക്കി ഓരോരോ ആൾക്കാരുടെ അഭിനയം കണ്ടിട്ട് കൈ കൂപ്പിപ്പോയി എന്ന് പറയേണ്ടി വരും. ജ്വൽമേരിയുടെയൊക്കെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. അടുത്ത സിനിമയ്ക്ക് ഹീറോയിൻ തന്നെ, അങ്ങനെ വേണം പറയാൻ. കിഡില്ല, കലക്കിയിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ടുണ്ടെങ്കിലും നോക്കണേ. അത്യാവശ്യം ബോധവും ബുദ്ധിയും അല്ലെങ്കിൽ കുറച്ചെങ്കിലും സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഉണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഉണ്ണീൻ്റെ ഫാന് തന്നെ, പക്ഷേ ഇതുപോലെയുള്ള പടത്തിനെ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആൾക്കാർ തന്നെ പറഞ്ഞോളൂ. നമ്മളിപ്പം പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമയെ കൊണ്ട് എന്താ തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ഡൗൺ ബിലോ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അൺടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.